ഇന്ത്യയുടെ ജെൻസി വിപ്ലവം ബി.ജെ.പി. അടക്കം എല്ലാ എസ്റ്റാബ്ലിഷ് രാഷ്ട്രീയ പാർട്ടികളെയും വെറും 4 ദിവസം കൊണ്ട് ഡിജിറ്റൽ ഫോളോയിങ്ങിലടക്കം മറികടന്ന കോക്രോച്ച് ജനതാ പാർട്ടി CJP. അതായത് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ല, BJP + CPM അല്ല, കോക്രോച്ച് ജനതാ പാർട്ടി. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു വിവാദ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യുവജനതയെ കോക്രോച്ച് എന്ന് വിളിച്ചു എന്ന ധാരണയിൽ തുടങ്ങിയതാണ് ഈ പാർട്ടി. അതിനുശേഷം ചീഫ് ജസ്റ്റിസ് താൻ അങ്ങനെയല്ല ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ, ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, റദ്ദാക്കാൻ ശ്രമിക്കുന്ന, ഡിജിറ്റൽ മീഡിയയിൽ ബാൻ ചെയ്യാൻ ശ്രമിക്കുന്ന, എന്നാൽ കുതിച്ചുയരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത് ദീപ്കെ എന്ന വളരെ ബ്രില്യൻ്റ് ആയ ചെറുപ്പക്കാരനാണ് യഥാർത്ഥത്തിൽ ഈ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. വയ്യ, ഞാൻ പെട്ടെന്ന് രാവിലെ എണീച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടി മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദമെന്ന മുദ്രാവാക്യവുമായി എത്തുന്ന CJP ഒരു ജെൻസി മൂവ്മെന്റ് ആയി മാറുകയാണ്. എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വിശദമായി നോക്കാം. തൊഴിലില്ലാത്തവർ, കുഴിമടിയന്മാർ, മടിച്ചുകൾ, 12 മണിക്കൂറിൽ കൂടുതൽ സാമൂഹ്യ മാധ്യമ ഉപയോഗം കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗങ്ങളാകാനുള്ള മാനദണ്ഡങ്ങളാണ്. തമാശയായി തോന്നുമെങ്കിലും കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. മെയ് 15 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശത്തിലാണ് തുടക്കം. ഒരു കോടതി നടപടിക്കിടെ തൊഴിലില്ലാത്ത യുവാക്കൾ പാറ്റകളാണെന്നും അവർ സാമൂഹ്യ മാധ്യമ RTI ആക്ടിവിസ്റ്റുകളായി സിസ്റ്റത്തെ ആക്രമിക്കാൻ തുടങ്ങിയെന്നുമായിരുന്നു പരാമർശം. വിവാദമായതോടെ ചീഫ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു, പരാന്ന ഭോജികളാണ് ഇവർ എന്ന് പറഞ്ഞു. വിശദീകരണ കുറിപ്പിറക്കേണ്ടി വന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശത്തോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് എക്സിൽ കോക്രോച്ച് ജനതാ പാർട്ടി അക്കൗണ്ട് ആരംഭിച്ചത്. പാർട്ടി ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വമ്പൻ പ്രതികരണങ്ങളാണ് ഈ പൊതുസംഘത്തിന് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര അടക്കമുള്ള പ്രമുഖർ ഈ പാർട്ടിയെ എക്സിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് മടിയന്മാരാണെന്നും വിശേഷിപ്പിക്കുന്ന പേജിന് വെറും 24 മണിക്കൂറിനുള്ളിൽ 15,000-ലധികം ഫോളോവേഴ്സിനാണ് ലഭിച്ചത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ 3 മില്യണും എക്സിൽ 1 ലക്ഷവും കടന്ന് മുന്നേറുകയാണ് CJP. മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന മുഖവരിയോടെ ഒരു വെബ്സൈറ്റും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 മില്യണിലധികം ഫോളോയിങ് ആയി. യഥാർത്ഥത്തിൽ ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളെ ബ്ലോക്ക് ചെയ്യാൻ ഗവൺമെന്റും മറ്റും ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതിന്റെ കാരണം നേപ്പാളിലും മറ്റും സംഭവിച്ചതുപോലെ ഒരു ജെൻസി മൂവ്മെന്റ് പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സംഭവിക്കുമോ എന്ന ആശങ്ക ഭരണകൂടങ്ങൾക്കുണ്ട്. വ്യവസ്ഥാപിതമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, BJPക്കും കോൺഗ്രസിനും അടക്കമുള്ളതുണ്ട്. പക്ഷേ നമ്മുടെ യുവത്വത്തിന്റെ എനർജിയാണ് പ്രോപ്പർലി ചാനലൈസ് ചെയ്താൽ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ മോശമാക്കാതെ, പുച്ഛിക്കാതെ, അട്ടിമറിക്കാതെ യുവാക്കളുടെ പ്രസ്ഥാനമായാണ് CJP സ്വയം അവതരിപ്പിക്കുന്നത്. അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് പേജിന് പിന്നിൽ. ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചതായും 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അധികാരത്തിലെത്തിയാൽ വിരമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് രാജ്യസഭാ സീറ്റ് നൽകുന്നത് ഒഴിവാക്കുമെന്നതാണ് മാനിഫെസ്റ്റോയിലെ ആദ്യ വാഗ്ദാനം. വോട്ടുകൾ അത് വളരെ പ്രധാനമാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനം കോടതികളാണ്. കോടതികൾ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും കോടതികളിൽ കറപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനം പൊളിറ്റിക്കൽ കറപ്ഷനാണ്. അതായത് ഇരിക്കുന്ന ജഡ്ജി സർക്കാരിന് അനുകൂലമായ വിധികൾ കൊടുക്കുമ്പോൾ അദ്ദേഹം ജഡ്ജിയായി കഴിഞ്ഞതിന് ശേഷം രാജ്യസഭാ അംഗത്വം അടക്കം നൽകുന്ന തെറ്റായ പ്രവണത, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ നൽകുന്ന തെറ്റായ പ്രവണതയുണ്ട്. ആ പ്രവണത ഇല്ലാതാക്കുമെന്നുള്ളതാണ് ആദ്യം ഒരു പറയുന്നത്. അപ്പം തന്നെ ഇവരുടെ സീരിയസ്നെസ് അറിയാം. ഇവർ വളരെ സീരിയസ് ആയ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2, ഏതെങ്കിലും ഒരു വോട്ടെങ്കിലും, ലെജിറ്റിമേറ്റ് ആയ വോട്ടെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA തീവ്രവാദ നിയമങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും, കാര്യം ഒരു സിറ്റിസന്റെ വോട്ടെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത് ടെററിസം ആണെന്നും ഒക്കെ പറഞ്ഞ് വളരെ കൗതുകമുള്ള ഒരു അജണ്ടയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു സീരിയസ് പൊളിറ്റിക്കൽ പാർട്ടി ആകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഗൗരവമുള്ള, ചിന്തിക്കുന്ന ഇന്ത്യൻ യുവത്വത്തിൻ്റെ പ്രതികരണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ രാജ്യത്തിലെ വലിയൊരു ശതമാനം യുവാക്കൾ ഫ്രസ്ട്രേറ്റഡാണ്. ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്, CIA ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനും അമേരിക്കയും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിലെ യുവത്വത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ വിഹ്വലതകൾ, ആശങ്കകൾ, ഇവയെ അഡ്രസ്സ് ചെയ്യാനും ചാനലൈസ് ചെയ്യാനും ഭരണകൂടങ്ങൾക്ക് കഴിയണം. ഏത് ഭരണകൂടമാണെങ്കിലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും AAP ആണെങ്കിലും ഇടത് പാർട്ടികളാണെങ്കിലും കഴിയണം. അത് കഴിയാത്തപ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറികളും സർക്കാസവുമായിട്ട് വരുന്നത്. നേരെ മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാർ ജനാധിപത്യത്തെ ഇടിച്ച് താഴ്ത്താതെ ഉയർത്തിക്കൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അത് ഉയർത്താൻ കഴിയുന്ന രീതിയിൽ മുമ്പോട്ട് പോകണം. വി ആർ യങ്, വി ആർ അവെയർ, വി ഡിമാൻഡ് ജസ്റ്റിസ് എന്നുള്ളവരുടെ മുദ്രാവാക്യം പ്രസക്തമാണ്. വരും ദിവസങ്ങളിൽ വളരെ കൗതുകമായിരിക്കും CJP.